അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളും നമ്മെ തകർക്കാറുണ്ട്. പ്രതീക്ഷിക്കാതെ വരുന്ന മരണം, രോഗമായിരിക്കാം, ഒരുപക്ഷെങ്കിൽ പരീക്ഷയിലുണ്ടാകുന്ന തോൽവികളായിരിക്കാം, ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അതുപോലെ ഒത്തിരി പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. ഈ ഇടയായിട്ട് ഒത്തിരി വാർത്തകൾ കാണാറുണ്ട്. പെട്ടെന്നൊരു രോഗത്തിന്റെ അവസ്ഥ അറിഞ്ഞു, കുടുംബം ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക പ്രശ്നം വന്നു, കുടുംബം ആത്മഹത്യ ചെയ്തു. ഇന്ന് ഒരു പരിഹാരമുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ കഴിയാതെ ആത്മഹത്യയിലാണ് കൂടുതൽ ജനങ്ങളും അഭയം പ്രാപിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തെ വെച്ച് തന്നെ ചിന്തിച്ചു നോക്കാം. ഇതുപോലൊരു അപ്രതീക്ഷിതമായ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നാം എന്തായിരിക്കും ചെയ്യുക? ഒരു മരണമോ, ഒരു സാമ്പത്തിക നഷ്ടമോ, ഒരു തോൽവിയോ, ഒരു ദുഃഖമോ, ഒരു പ്രയാസമോ, പ്രതീക്ഷിക്കാതെ ഒരു അസുഖമോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാമും ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലോ, എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ലല്ലോ. ആദ്യം നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത് ഒരു നെഗറ്റീവ് ചിന്തയായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ ഒരു തീരുമാനമായിരിക്കും, ഓക്കെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാം, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നാം എന്താണ് ശരിക്കും ചെയ്യാനുള്ളത്? ആദ്യം നമ്മൾ ശാന്തമായിരുന്നു ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഒരു പരാജയം വന്നുപോയി, നമ്മൾ തോറ്റുപോയി, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു രോഗം വന്നു, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനെ ഫേസ് ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് നാം മറ്റൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അതല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരാളില്ലാത്തത് കൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് ഒരിക്കലും കരകയറാൻ പറ്റില്ല എന്നൊരവസ്ഥ നാം ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം. ശരിയല്ലേ? ഇപ്പോൾ എൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വന്നാലും ഒരു പക്ഷേങ്കിൽ നാം ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ ഈ സമയത്ത് നമുക്ക് എന്താണ് ആവശ്യമെന്നറിയോ? നമ്മളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ ഒരു വ്യക്തിയാണ്, നമ്മുടെ കൂടെ ഇരിക്കാൻ ഒരാളിനെയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഒത്തിരി സംഭവങ്ങൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഈ നാളുകളിൽ. ഒത്തിരി കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും. ഒരു പക്ഷേങ്കിൽ അവരെ സമാധാനിപ്പിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നെങ്കിലോ, പ്രതീക്ഷയുടെ ഒരു വാക്ക് പറയാൻ അവരുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിലോ, ഒരുപക്ഷെ ഈ തീരുമാനത്തിലേക്ക് അവരൊരിക്കലും ചെന്നെത്തുകയില്ലായിരിക്കാം. പലപ്പോഴും ആളുകളൊന്നും തുറന്നു പറയാറുമില്ല, കേൾക്കാനും ആരും ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കാം, ഓക്കെ ഞാനിത് തുറന്നു പറഞ്ഞാലും അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാനിത് തുറന്നു പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് പറഞ്ഞ് ഉള്ളിൽ ഒതുക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ പറഞ്ഞാൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഓക്കെ നിനക്ക് അങ്ങനെ വന്നത് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം, നിന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം എന്ന് ഒരുപക്ഷെ കുറ്റപ്പെടുത്തുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. ഈ സമയത്താണ് കൂടെ നിന്ന് കേൾക്കാൻ ഒരാൾ ആവശ്യമായിട്ടുള്ളത്. കൂടെ നിന്ന് കേട്ട് നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമുക്കൊരു നല്ല വഴി പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ അത് എത്രയോ നല്ലതാണ്. ശരിക്കും ഒത്തിരി ആൾക്കാർ കൗൺസിലിംഗ് ഞങ്ങളുടെ അടുക്കൽ വരാറുണ്ട്, അവരുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ആയിട്ട്. ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നും തിരിച്ചു പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ആവശ്യം അവരെ കേൾക്കാൻ ഒരാളിനെയാണ്. അവരെ കുറ്റപ്പെടുത്താതെ, അവരെ സമാധാനിപ്പിച്ചുകൊണ്ട്, അവരെ ഉള്ളതുപോലെ അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവരെ കേൾക്കാൻ ഒരാളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിലും ഇയ്യോബ് എന്നൊരു വ്യക്തിയെ നമുക്ക് കാണാം. ഇയ്യോബിനെല്ലാം നശിച്ചു, ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു, എല്ലാം നഷ്ടമായി. ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് തന്റെ മക്കളെല്ലാം മരിച്ചുപോയി. ഇയ്യോബിന്റെ ശരീരം രോഗമായി. ഇയ്യോബ് നല്ലൊരു ദൈവഭക്തനായിരുന്നു. അതുപോലൊരു നീതിമാനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അത്രത്തോളം നീതിമാനും നിഷ്കളങ്കനും ദൈവഭക്തനുമായിരുന്നു ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ ഒത്തിരി സംഭവങ്ങൾ കടന്നു വന്നു, ഒരു മനുഷ്യനും താങ്ങാൻ കഴിയാത്ത വിധം. ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ആയിരുന്ന ആ സ്ഥാനത്തെങ്കിൽ ആകെ തകർന്നു പോയേനെ. ഇയ്യോബിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, തലമുറകൾ നഷ്ടപ്പെട്ടു. ഭാര്യ പറഞ്ഞു, നീ എന്നിട്ട് ദൈവത്തെ തള്ളി പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ പോലും ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർ ഇയ്യോബിനെ കാണാനായിട്ട് അടുക്കൽ വന്നു. ബൈബിൾ പഠിപ്പിക്കുന്നു, 7 ദിവസം അവർ ഇയ്യോബിനോടുകൂടെ നിലത്തൊന്നും സംസാരിക്കാതെ ഇരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൂടെ ഇരിക്കാൻ ഒരു വ്യക്തിയാണ് ഏറ്റവും നല്ലത്. ഒന്നും പറഞ്ഞില്ലേലും നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ, എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടല്ലോ, എൻ്റെ കൂടെ ഇരിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള ധൈര്യം തന്നെ വലുതാണ്. അത് തന്നെ ഒരു പക്ഷെ മറ്റുള്ളവരെ ആത്മഹത്യ ചിന്തയിൽ നിന്ന് മാറി ചിന്തിപ്പിക്കാനായിട്ട് സഹായിക്കും. എന്തെങ്കിലും ഒരു അപ്രതീക്ഷിത മരണം, ഒരു ഭർത്താവോ ഒരു ഭാര്യയോ ഒരു കുഞ്ഞോ മരണപ്പെട്ടു പോയാൽ കൂടെയുള്ള ആളുടെ കൂടെ ഒരാളിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവർക്ക് ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ അതൊരു സമയമാണ്. പക്ഷെ 7 ദിവസം കഴിഞ്ഞ് തന്റെ സ്നേഹിതന്മാർ ഇയ്യോബിനെ കുറ്റപ്പെടുത്തി. പക്ഷെ അപ്പോഴും ഇയ്യോബ് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ എൻ്റെ ദൈവത്തിൽ കാത്തിരിക്കും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. പക്ഷെ ഒരു മനുഷ്യന് നമ്മളെ മനസ്സിലായി എന്ന് വരില്ല.
നമ്മുടെ വേദനകൾ മറ്റുള്ളവർ കേൾക്കാൻ തയ്യാറായെന്ന് വരില്ല. ആരും നമ്മളെ മനസ്സിലാക്കാൻ തയ്യാറായെന്ന് വരില്ല. നമുക്ക് തോന്നും, ഒക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എന്റെ ജീവിതം ഇതോടെ അവസാനിച്ചു പോയല്ലോ, ഒരാളും എന്നെ സ്നേഹിക്കുവാനും കരുതുവാനും കേൾക്കുവാനും ഇല്ലല്ലോ എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നാം ചെന്നുവിട്ടേക്കാം. പക്ഷെ അവിടെയും നമ്മെ മാറോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ലോക അവസ്ഥാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. ഒരിക്കലും മാറാത്ത, ഒരിക്കലും മറക്കാത്ത, നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ പോലും അറിയുന്ന ഒരു കർത്താവുണ്ട്. ഈ ദൈവത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഏത് അപ്രതീക്ഷിത സാഹചര്യങ്ങളിലും നമുക്ക് പുറത്തു വരാൻ കഴിയും. നമ്മുടെ കൂടെ ഒരു മനുഷ്യനും ഒരുപക്ഷെ കണ്ടെന്ന് വരില്ല, പക്ഷെ നമുക്ക് നല്ലൊരു കൈത്താങ്ങായിട്ട് ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരാളും കൂടെ ഇല്ലാതെ ഒറ്റപ്പെട്ട ഏകാന്തതയിലും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ കൊണ്ട് വല്ലാതെ കടലിനകത്ത് ആടി ഉലയുന്ന തിരമാലകൾക്കകത്ത് പെട്ടുപോകുന്ന ഒരു കപ്പൽ പോലെയാണത്. പക്ഷെ അവിടെ നമുക്ക് ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് അനുഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ എന്ത് അപ്രതീക്ഷിത സംഭവം കടന്നു വന്നാലും അതിന്റെ പുറത്ത് നമ്മളെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. തന്റെ വാഗ്ദത്തങ്ങളൊന്നും നശിച്ചു പോകുന്നതല്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പ്രയാസങ്ങളുടെ മധ്യത്തിലോ ഏതെങ്കിലും അപ്രതീക്ഷിത മരണങ്ങളിലോ തോൽവികളിലോ പ്രയാസങ്ങളുടെ നടുവിലായിരിക്കുന്നെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് മുൻപേ ദയവ് ചെയ്ത് ഒരു വട്ടം ഒന്ന് മാറി ചിന്തിച്ചാട്ടെ. ഒരുപക്ഷെ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല, ഒരാളും നിങ്ങളെ കേൾക്കാനുണ്ടായെന്ന് വരില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരും കളിയാക്കുന്നവരുമായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളത്. എന്നാലും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുമോ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, ഏത് വേദനകളിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന നല്ലൊരു യേശുവുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. എന്റെ പ്രിയ സ്നേഹിത, നിങ്ങൾ തെറ്റായ തീരുമാനത്തിലേക്ക് കടന്നു പോകരുത്. നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപ്, എല്ലാം തകർന്നു പോകുന്നതിന് മുൻപ് ക്രിസ്തുവിനൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കാവോ? നിങ്ങളുടെ വേദനകളെ പണിയുവാൻ, നിങ്ങളെ തോൽവികളെ ജയമാക്കി മാറ്റുവാൻ, കണ്ണീരിനെ നൃത്തമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഒരവസരം നിങ്ങൾ ഇന്ന് കൊടുത്താട്ടെ. എല്ലാ ദുഃഖങ്ങളെയും മാറ്റുവാൻ ആ കർത്താവിന് കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.